കനത്ത മഴയിൽ ജമ്മു റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിൽ മുങ്ങി. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ മിന്നൽ പ്രളയത്തിൽ 3 കുട്ടികൾ ഒലിച്ചുപോയി എന്ന വാർത്തയും വരികയാണ്. പഞ്ചാബിൽ വ്യാപകമായി കൃഷിയിടങ്ങളും നശിച്ചു. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ദൃശ്യങ്ങൾ അവിടെ നിന്നും വരികയാണ്. മിക്ക ഭാഗങ്ങളും കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലുമൊക്കെ തന്നെ മുങ്ങുന്ന സാഹചര്യമാണുള്ളത്. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, ഉത്തരേന്ത്യയിൽ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് മഴ കനക്കുന്നത്, എന്തൊക്കെ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തുന്നു അനൂപ്? പ്രജീഷ്, 6 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും പലയിടത്തും തുടരുകയാണ്. ഏറ്റവും വലിയ കുഴപ്പം ഇപ്പോൾ സംഭവിക്കുന്നത് ജമ്മുവിലാണ്. ജമ്മു കാശ്മീരിലെ ജമ്മു മേഖലയിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. മാത്രമല്ല, ജമ്മു മേഖലയിലാകെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി പേർ ഈ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. മുഖ്യമന്ത്രി അടിയന്തരമായ യോഗം വിളിച്ചു ചേർത്തു. അതിനുശേഷം അദ്ദേഹം ഒമർ അബ്ദുള്ള ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് തിരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് താഴേക്ക് വന്ന ഹിമാചൽ പ്രദേശിൽ മിന്നൽ പ്രളയം സംഭവിച്ചിരിക്കുന്നു. ആളുകൾ കുറേയധികം പേർ പ്രയാസത്തിലാണ്. കൃഷിഭൂമി വെള്ളത്തിനടിയിലായിപ്പോയി. ഒപ്പം തന്നെ ദേശീയപാതകൾ ഉൾപ്പെടെ അടച്ചിട്ടിരിക്കുകയാണ്. ജമ്മു ശ്രീനഗർ പാത 250 കിലോമീറ്റർ ദൂരം വാഹന ഗതാഗതം സമ്പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്നു. മണാലിയിൽ ഈ വിനോദസഞ്ചാരികൾ വലുതായി എത്തുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ എല്ലാ വിനോദസഞ്ചാരവും നിർത്തിവെച്ച് ആളുകൾ മഴ ദുരിതത്തിൽ പെട്ടുപോയ ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ 3 കുട്ടികളാണ് ഈ പ്രളയജലത്തിൽ ഒഴുകിപ്പോയത്. അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു. രാജസ്ഥാനിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ അവിടെ കൃഷിയിടങ്ങളിലേക്ക് ബണ്ട് പൊട്ടി വെള്ളം കയറിയിരിക്കുന്നു. മഴക്കെടുതിയുടെ വിശദാംശങ്ങൾ നൽകിയത്.